എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാലാമത്തെ അധ്യായമായിട്ടുള്ള ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന പാഠം നമ്മുടെ ഈ ഓണം പരീക്ഷയ്ക്ക് നമുക്ക് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഓണം പരീക്ഷ, ആ പരീക്ഷയ്ക്ക് നമുക്ക് കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ചാപ്റ്ററുകളാണ് നമുക്ക് ഈ ഓണം പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ അതിൽ 1-2 ചാപ്റ്ററുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി താരതമ്യേന കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഓർത്തിരിക്കാനായിട്ടുള്ളൂ. അത്തരത്തിലുള്ളൊരു പാഠഭാഗമാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന നാലാമത്തെ പാഠമായിട്ടുള്ള ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ആരാണ് ഉപഭോക്താവ് എന്നുള്ളതാണ്. ഉപഭോക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ കസ്റ്റമർ, അല്ലേ? നമ്മളൊക്കെ ഓരോ ഉപഭോക്താക്കളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദൈനംദിന ഉപയോഗങ്ങൾക്കായി നാം സാധനങ്ങളും സേവനങ്ങളും വാങ്ങാറില്ലേ? നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും, അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടയിൽ പോയിട്ട് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കുന്നു. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരുപക്ഷെ ഒരു യാത്ര ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ബസ് സർവീസാണ് നമ്മുടെ ഒരു ആവശ്യമാണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു ബസ് സർവീസ്, ഒരു സേവനം, ഒരു ഗതാഗത സേവനം നമ്മൾ വാങ്ങിക്കുകയാണ്. ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ചികിത്സ തേടുമ്പോൾ അവിടെ ഒരു ഡോക്ടറുടെ സേവനമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് സേവനമാണ്. അവിടെ സാധനമല്ല, അവിടെ സേവനങ്ങളാണ്. എന്തായാലും നമുക്ക് സാധനങ്ങളും സേവനങ്ങളും അത്യാവശ്യമാണ്. എവിടെയൊക്കെ നിന്നാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഇവയെല്ലാം ലഭിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ചെറിയ കടകൾ മുതൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഓൺലൈൻ ശൃംഖലകൾ ഉൾപ്പെടുന്ന വിപണികളിൽ നിന്നുമാണ്, അല്ലേ? നമുക്കറിയാം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ ചെറിയ പെട്ടിക്കട മുതൽ നമുക്ക് ഓൺലൈൻ വരെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള, മിന്ത്ര പോലെയുള്ള ഇങ്ങനെയുള്ള പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങൾ, പല സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നു. വേൾഡിൽ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി അഥവാ കമ്പോളം എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു പോയിൻ്റാണ് കമ്പോളം അല്ലെങ്കിൽ വിപണി എന്ന് പറയുന്നത്. എന്താണ് കമ്പോളം അല്ലെങ്കിൽ വിപണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതാൻ വേണ്ടി പറ്റുക? വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ആ ഒരു ഇടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിപണി അല്ലെങ്കിൽ കമ്പോളം എന്നൊക്കെ വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഒരു മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കുക? വിൽപ്പനക്കാരുണ്ടായിരിക്കും, പ്ലസ് ആരും ഉണ്ടായിരിക്കും? അത് വാങ്ങുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ വിൽപ്പനക്കാരും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് അത് വാങ്ങുന്ന ആൾക്കാരും ഉണ്ടാകുന്ന ആ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒരു വിപണി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു ടൗണിലെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ച ആൾക്കാരുമുണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഉപഭോക്താക്കൾ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സ്ഥലം, ഈ കച്ചവടം നടക്കുന്ന ഈ സ്ഥലത്തെയാണ് നമ്മൾ വിപണി അഥവാ കമ്പോളം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ഒരു ചോദ്യം വരാം, എന്താണ് കമ്പോളം എന്ന്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പോയിൻ്റാണ് എന്താണ് കമ്പോളം. വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി അഥവാ കമ്പോളം എന്ന് വിളിക്കാം. അടുത്തത്, മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ ഉപഭോഗം എന്നും വില കൊടുക്കാമെന്ന കരാറിലോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് എന്നും ഞാൻ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 ടേമുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ടേമുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഉപഭോഗം എന്ന് പറയുന്ന ടേം, മറ്റൊന്ന് ഉപഭോക്താവ് എന്ന് പറയുന്ന മറ്റൊരു ടേം. ഈ 2 ടേമുകളും പരീക്ഷയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഉപഭോഗം, അതുപോലെ തന്നെ ആരാണ് ഉപഭോക്താവ്. അപ്പോൾ ഉപഭോഗം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആരാണ് ഉപഭോക്താവ് എന്നുള്ളത് അതിന് തൊട്ട് ശേഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഉപഭോഗം എന്ന് നോക്കാം. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ ഉപഭോഗം എന്ന് വിളിക്കുന്നു.
അതായത് നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കടയിൽ ചെന്ന് സാധനം വാങ്ങും, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് നമുക്കൊരു സാധനമല്ല ഒരു സേവനമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പോയി വാങ്ങും അല്ലേ. ഇങ്ങനെ ഈ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം എന്ന് പറഞ്ഞ ആവശ്യത്തിന് നമ്മൾ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അത് യാത്ര എന്ന് പറയുന്ന ഒരു ആവശ്യമാണെങ്കിൽ ഒരു യാത്രാ സേവനം നമ്മൾ വാങ്ങിക്കുന്നു. വിദ്യാഭ്യാസം എന്നുള്ളൊരു ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസ സേവനം എന്ന് പറയുന്ന ഒരു കാര്യം വാങ്ങിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പലതാണ്. ആ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ നിറവേറ്റുന്നത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ ഈ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യമാണ്, ആരാണ് ഉപഭോക്താവ്? അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കമ്പോളം, ഉപഭോഗം, അടുത്തൊരു ക്വസ്റ്റ്യൻ വരെയാണ് ആരാണ് ഒരു ഉപഭോക്താവ്, അതായത് ആരാണ് ഒരു കസ്റ്റമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്. ഉപഭോഗം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിച്ചിട്ടാണ്. അതിനെ ഉപഭോഗം എന്ന് വിളിച്ചു. അപ്പോൾ ഈ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഈ സാധനങ്ങളും സേവനങ്ങളും പൈസ കൊടുത്തിട്ട്, അതായത് നമ്മൾ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു ആരോഗ്യ സേവനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന നമ്മൾ ഒരു ഗതാഗത അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, അതായത് നമ്മൾ ഒരു യാത്രാ സേവനം നമ്മൾ അവിടുന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെയായിരിക്കും? വെറുതെ ആണോ? അല്ല, പൈസ കൊടുത്തിട്ടായിരിക്കും അല്ലേ സാധനം വാങ്ങിക്കുക. ഇപ്പോൾ മല്ലിപ്പൊടി വേണം, ഇനി ഞാൻ മല്ലിപ്പൊടി പോയി വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ എനിക്കൊരു സ്കൂൾ ബാഗ് ആവശ്യമുണ്ട്, ഞാൻ ആ സ്കൂൾ ബാഗ് പോയി വാങ്ങിക്കുന്നു. ഞാൻ വെറുതെ വാങ്ങിക്കുകയാണോ? അല്ല, പൈസ കൊടുക്കും. അല്ലെങ്കിലോ പൈസ കൊടുക്കാമെന്ന കരാറിലോ, അതായത് ഞാൻ പിന്നെ തരാമെന്ന് കടം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും തരാം, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ, എങ്ങനെ ആയാലും വില കൊടുത്തോ അല്ലെങ്കിൽ വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ, കൊടുക്കാമെന്ന കരാറിലോ നമ്മൾ സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്നു. ഈ ഉപയോഗിക്കുന്ന ഇങ്ങനെ പൈസ കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉപഭോക്താവ് എന്നുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ: കമ്പോളം, അതുപോലെ തന്നെ ഉപഭോഗം, ഉപഭോക്താവ്. ഓക്കെ. അപ്പം ഈ ഒരു ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടായിരിക്കും. ഒരാൾ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം വാങ്ങിക്കുമ്പോൾ ആ ഉപഭോഗത്തെ, ആ വാങ്ങൽ കാര്യത്തെ, അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സാധനം ഫ്രീ ആയിട്ട് വാങ്ങിക്കുന്ന പറ്റിയിട്ടല്ല കേട്ടോ പറയുന്നത്, വില കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആ ഉപഭോഗത്തെ അവിടെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടായിരിക്കും. ഒന്ന്, സാധനങ്ങളുടെ വില സ്വാധീനിക്കും അല്ലേ. നമ്മുടെ കയ്യിലുള്ള പൈസയും നമ്മുടെ എന്താ പറയുക, അവിടുത്തെ ഈ സാധനം നമ്മൾ കൊണ്ടുപോയ പൈസയും അവിടുത്തെ സാധനങ്ങളുടെ പൈസയും തമ്മിൽ മാച്ച് ആവണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിലയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വാങ്ങിക്കില്ല. അപ്പോൾ നമ്മളുടെ ഈ സാധനങ്ങളുടെ വില അനുസരിച്ചിട്ടാണ് ആളുകൾ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങിക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഈ ഉപഭോക്താവിൻ്റെ എന്തും ഉണ്ടായിരിക്കും, വരുമാനം. ഉപഭോക്താവിൻ്റെ ഒരു വരുമാനം വലിയ ഘടകമാണ്. നമ്മുടെ കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത്, നമ്മുടെ ഒരു മാസ ശമ്പളം എത്രയാണോ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളെ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. നമുക്കത് കടം വാങ്ങി സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയിട്ട് നമുക്കത് വീട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഉപഭോക്താവിൻ്റെ വരുമാനം ഈ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകമാണെന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ മറ്റൊന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ആവശ്യകത നമുക്ക് എഴുതാം. അതായത് നമുക്ക് ഈ ഒരു സാധനം അല്ലെങ്കിൽ സേവനം നമുക്ക് ആവശ്യമുണ്ടോ, വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിലാണ് നമ്മൾ വാങ്ങിക്കുക. അല്ലാതെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് വാങ്ങുന്നത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അങ്ങനെ വാങ്ങിക്കാറുള്ളത്. പൊതുവെ നമ്മൾ സാധനമോ സേവനമോ വാങ്ങിക്കാറുള്ളത് എപ്പോഴാണ്? നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. പിന്നെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുക, ഒരു ഉപഭോക്താവിൻ്റെ താല്പര്യം, നമുക്ക് ആ സാധനം വാങ്ങാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു ഇഷ്ടം, അതൊക്കെയാണ് അതിൻ്റെ ഒരു ആവശ്യകത. പോലെ തന്നെ നമുക്ക് ആ സാധനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലാണ് നമ്മൾ വാങ്ങുക. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? നമ്മുടെ ഉപഭോഗത്തെ സ്വാധീനിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം.